ഹായ്, ഈ ഒരു കുക്കിംഗ് റെസിപ്പി വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ റെസിപ്പിയാണ് നീർദോശ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ദോശ നമ്മൾ ഉണ്ടാക്കുന്നത് പച്ചരി വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. നിങ്ങളിപ്പം ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇനി ഡിന്നർ ആണെങ്കിൽ 2-3 മണിക്കൂർ ഈ ഒരു പച്ചരി ഇങ്ങനെ കുതിർക്കാൻ വെച്ചാൽ മതി. അതിനുശേഷം കുതിർന്ന് വന്നിട്ടുള്ള ഈ ഒരു അരി നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. കുറഞ്ഞ അരിയാണ് നിങ്ങൾ കുതിർക്കാൻ വെക്കുന്നതെങ്കിലൊക്കെ ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഈ അരിയുടെ കൂടെ ഞാൻ 1 കപ്പ് ചോറാണ് ചേർക്കുന്നത്. അതും മുഴുവനായിട്ടും അരിയിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് നമുക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ നമ്മൾ അരച്ചെടുക്കണം. ഈ ഒരു ദോശമാവ് അരച്ചെടുക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം വെള്ളം കൊടുക്കണം കേട്ടോ. അപ്പോൾ മിക്സിയിൽ നിങ്ങൾക്ക് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള ഒരു വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ശേഷം നമ്മൾ ഈ അരപ്പ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കുറച്ച് ഒരു ടൈറ്റായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു ദോശക്ക് വേണ്ടത് നല്ല ലൂസായിട്ടുള്ള ഒരു മാവാണ്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത് നമ്മൾ ആ ഒരു ഉഴുന്ന് ദോശ പോലെയൊന്നല്ല, നമ്മൾ നല്ല ലൂസായിട്ടുള്ള ഒരു മാവായിരിക്കും ഈ ഒരു നീർദോശക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മാവ് നമ്മളിനി റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട. നമ്മൾ അരച്ച പാട് തന്നെ നമുക്കിത് ചുട്ടെടുക്കാന്നുള്ളതാണ്. പിന്നെ ഇത്രയും ലൂസ് ആയതുകൊണ്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും, ഇതെങ്ങനെ ചുട്ടെടുക്കുന്നൊക്കെ, പറ്റി പിടിച്ച് പോകുമെന്നൊക്കെ. പക്ഷേ ഒരു ബുദ്ധിമുട്ടില്ല. ഇനി നമുക്ക് ആ ഒരു പ്രോസസ്സിലേക്ക് പോവാം. ഇങ്ങനെ ഒരു പാൻ വെക്കുക. അത് ചൂടായി വരുമ്പം നമ്മളൊന്ന് ചെറുതായിട്ടൊരു വെള്ളം ഒന്ന് തടവി കൊടുക്കുക, ചൂടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുൾ ഫ്ലെയിമിൽ വേണം നമ്മൾ ഈ ഒരു ദോശ ചുട്ടെടുക്കാൻ. എപ്പോഴും നല്ല ചൂടിലാണ് ഇത് ചുട്ടെടുക്കാൻ പറ്റുക. ഇനി നമ്മൾ ഈ മാവ് തവയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് അത്യാവശ്യം വലിയൊരു തവ ആയതുകൊണ്ട് കുറേ മാവ് ഒഴിക്കേണ്ടി വരുന്നുണ്ട്. ഒരു മീഡിയം തവയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ നല്ലപോലെ ചുഴറ്റി കൊടുത്താൽ നല്ല ഇങ്ങനെ ഓട്ടയോട്ടയായിട്ടുള്ള ദോശ വരും കേട്ടോ. എന്നിട്ട് നമ്മൾ ഫുൾ ഫ്ലെയിം തന്നെയാണ് ഇത് ചുട്ടെടുക്കുന്നത്. വെന്ത് വരുമ്പോൾ ഇങ്ങനെ അത് താനേ തന്നെ ഇത് പൊന്തി വരും. അപ്പോൾ നമുക്ക് മറിച്ചിടാനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് തന്നെ ഇങ്ങനെ ഇളകി വരും. അപ്പം ശരിക്കും ഇങ്ങനെ തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും. പിന്നെ ഒന്ന് ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ചൊരു ബ്രൗൺ കളറൊക്കെ വേണമെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. മിക്ക ആളുകളും ചിലപ്പോൾ ഈ ഒരു ദോശ ഉണ്ടാക്കലുണ്ടാവും. എന്തായാലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശ തന്നെയാണ് കേട്ടോ ഇത്. എല്ലാ കറികളുടെ കൂടെയും നല്ല ടേസ്റ്റാണ്. ചിക്കൻ കറി, ബീഫ് കറിയൊക്കെ എടുത്തു പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയാണിത്. പിന്നെ നമ്മളിതാ മാവ് താഴെ എത്തുമ്പോൾ കുറച്ച് കുറുകി വരും. അപ്പോൾ വീണ്ടും നമ്മളിങ്ങനെ വെള്ളം ചേർത്തിട്ട് ലൂസാക്കി കൊടുക്കാം. അങ്ങനെ ഈ ദോശയെല്ലാം മുഴുവനായിട്ട് നമ്മൾ ചുട്ടെടുക്കുക. ചൂടോടെ തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പോൾ ഇത്രേ പണിയുള്ളൂ നമ്മൾ ഈ പറഞ്ഞ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നീർദോശ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. Thanks for watching.